മുന്നിൽ നടന്നു കേൾക്കും ചെയ്തേ പറ്റൂ. സുബ്ഹാനല്ലാഹ്. ഭാര്യ നമ്മൾ ജോലി സ്ഥലത്തേക്ക് ഫോൺ വിളിക്കുന്നു, എനിക്കൊന്ന് ഡോക്ടറെ അടുക്കലേക്ക് പോകണം. നമ്മൾ പറയുന്നു 2 മണിയാകുമ്പോഴേക്ക് നീ ഒരുങ്ങി നിന്നു, ഞാൻ കാറുമായിട്ട് അങ്ങോട്ട് വരാം. നമ്മളെ മകന് പനിയാണ്, മകനെ കൊണ്ടുപോകാൻ കാറുമായിട്ട് ഞാൻ വരാം. അതേ ഉമ്മ വിളിക്കുന്നു, ഉമ്മാക്ക് പനിയാണ്, ഡോക്ടറെ അടുക്കലേക്ക് ഒന്ന് പോകണം. അപ്പൊ ഇവൻ പറയുന്നു, ഞാൻ അപ്പുറത്തെ ഓട്ടോറിക്ഷക്കാരനോട് പറയാം, ഉമ്മ നിങ്ങൾ അവരെ കൂടെ പോയിക്കോ. നിന്റെ ഭാര്യക്കു കാറ്, നിന്റെ മക്കൾക്കു കാറ്, നിന്നെ പെറ്റു നിന്നെ പോറ്റി വളർത്തിയ നിന്റെ ഉമ്മാക്ക് ഓട്ടോറിക്ഷയോ പറ്റൂല. നിന്റെ ശരീരത്തിന് നീ കാറാണോ ഇഷ്ടപ്പെടുന്നത്? നിന്റെ ഭാര്യക്ക് നീ കാറാണോ താല്പര്യപ്പെടുന്നത്? നിന്റെ മക്കൾക്ക് നീ കാറാണോ ഇഷ്ടപ്പെടുന്നത്? എങ്കിൽ നിന്റെ ഉമ്മയെയും നിന്റെ വാപ്പയെയും കാറിൽ കൊണ്ടുപോകണോ? അതാണ് നിന്റെ ശരീരത്തിന് നീ ഇഷ്ടപ്പെടുന്നത് എന്താണോ അതങ്ങനെ തന്നെ നിന്റെ മാതാപിതാക്കൾക്കും ചെയ്തു കൊടുക്കണോ? നിനക്കൊരു ചെറിയ തലവേദന വന്നാൽ ഏറ്റവും നല്ല മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലേക്ക് പോകുന്നു, നിന്റെ ഭാര്യ വലിയ ഹോസ്പിറ്റലുകളിലേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ ഉമ്മാക്ക് അസുഖം കേട്ടാൽ അതാ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറയുന്നു. എന്റെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ മോശമായത് കൊണ്ടാണോ? അല്ല. പക്ഷേ എന്തുകൊണ്ടാ നീ പോകാത്തത്? എനിക്കവിടെ ക്യൂ നിൽക്കാൻ ഇഷ്ടമല്ല, എനിക്കവിടെ തിരക്കിൽ നിൽക്കാൻ ഇഷ്ടമല്ല, എനിക്കവിടത്തെ പ്രകൃതി താല്പര്യമില്ല. എന്നാ നിന്റെ ഉമ്മാനെയും പറഞ്ഞേച്ചുകൂടാ? നീ ഉപയോഗിക്കുന്ന ആധുനിക സംവിധാനങ്ങൾ നിന്റെ ഉമ്മാക്കും ചെയ്തു കൊടുക്കണേ. നിന്റെ ശരീരത്തിന് നീ താല്പര്യം